ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി? നാളെയല്ലേ ക്രിസ്മസ്. നിങ്ങളെല്ലാം സെറ്റായോ? ഞാൻ ഇത്തവണ ക്രിസ്മസും ബർത്ത്ഡേയും ഒന്നും ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. ബർത്ത്ഡേ മൊത്തമായിട്ടും വിട്ടു. പിന്നെ ക്രിസ്മസിന്റെ ട്രീ സാധാരണ ഞങ്ങൾ ഡിസംബർ ഫസ്റ്റ് വീക്കിലൊക്കെ വെക്കുന്നതായിരുന്നു. ഇത്തവണ അതും വെച്ചില്ല. പക്ഷെ 2 ദിവസം മുമ്പ് എനിക്കൊരു ബോധോദയം ഉണ്ടായി, ക്രിസ്മസ് ട്രീ വെച്ചേക്കാമെന്ന്. അങ്ങനെ ഞാൻ 2 ദിവസം മുമ്പ് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തോന്നി എന്നാൽ 2-3 ഫോട്ടോസ് എടുത്തേക്കാന്ന്. പുതിയ ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല, എന്നാലും പഴയ ഡ്രസ്സസ് ഒക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് വൈബിന് പറ്റിയ ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് മുടി പോലും ഒന്നും ചീകിയിട്ടില്ല. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ഡ്രസ്സ്. ഇത് ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നി ഇത് വാങ്ങിയിട്ട്. പക്ഷേ 5 തവണ പോലും ഇട്ടിട്ടില്ല. കാരണം ഇത് വല്ലപ്പോഴും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തേയുള്ളൂ. ഇതിങ്ങനെ പുറത്തേക്കൊന്നും ഞാൻ ഇത് ഇട്ടുകൊണ്ട് പോകാറില്ല. ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മടിയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് ക്രിസ്മസിന് നല്ല രസമല്ലേ ഈ ഡ്രസ്സ്? ഇതാണ് എൻ്റെ സെക്കൻഡ് ഡ്രസ്. ഇത് ഞാൻ സുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ ഈ കളറും ഇതിനകത്തെ വൈറ്റ് എംബ്രോയിഡറിയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സ്ലീവ്ലെസ്സിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വൈറ്റ് കളർ ടീഷർട്ട്, വൈറ്റ് ആണ് കൂടുതലായിട്ട് ചേരുന്നത്, വൈറ്റ് കളർ ടീഷർട്ടും കൂടെ ഒക്കെ ഇട്ടിട്ട് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ പുറകിലൊരു കെട്ടൊക്കെ ഉണ്ട് മേളിലായിട്ട്. അതിൽ നിന്ന് ഒരു വൈറ്റ് കളർ ടാസിൽസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓരോ നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്. നല്ലതല്ലേ? ഇത് ഒരു ക്രിസ്മസ് വൈബിന് പറ്റിയ ഡ്രസ്സല്ലേ? ക്രിസ്മസ് ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന മറ്റൊരു ഡ്രസ്സാണ് ഇത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതും കോട്ടൺ തന്നെ. കോട്ടൺ ആണോ റയോൺ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കോട്ടൺ ഫീലാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇതും സ്ലീവ്ലെസ് ആണ്. നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിലും ഇടാം, കാരണം ഇത് നല്ല വീതിയുള്ള കൈയൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ടീഷർട്ട് ഇട്ടിട്ട് വേണമെങ്കിലും ഇടാം. കുറച്ചും കൂടെ എന്താ പറയുക, സ്ലീവ്ലെസ് ഇടാൻ കംഫർട്ട് അല്ലാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല ഭംഗിയാണ്. ഞാൻ ഫാൻ ഇട്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെ പറന്ന് പോകും. എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് നല്ല ഇങ്ങനെ വേർത്തോണ്ടേ ഇരിക്കും. അപ്പം ഇതും നല്ല ഒരു ഡ്രസ്സാണ്, ക്രിസ്മസിന് പറ്റിയ ഒരു ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ടോ? ഇത് നിങ്ങൾ ഒത്തിരി ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കാരണം മീഷോയിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിളുമാണ്. ഇതാണ് നമ്മുടെ 4th ഡ്രസ്സ്. ഇതൊരു ഫുൾ ഗൗൺ ആണ്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്റ്റാറ്റസിൽ ഒരാളിട്ടിരുന്ന് കണ്ടപ്പോഴത്തേക്കും വാങ്ങിച്ചാണ്. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിസ്റ്റർ കൈൻഡ് എന്നാൽ, പക്ഷെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പ് പോളിസ്റ്ററാണ്. അതുകൊണ്ട് അങ്ങനെ ചൂടൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഇടാനായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല. പ്രത്യേകിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാളായത് കാരണം. ഇത് സ്ലീവ്ലെസ്സിലാണ് വന്നിരിക്കുന്നത്. നമുക്കിതിന് ഇത്രയും ഹൈ ഒക്കെ ഉള്ളതുകൊണ്ട് സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജാക്കറ്റ്സിൻ്റെ കൂടെ ഇടാനാണെങ്കിലും നല്ലതാണ്. നല്ലതല്ലേ? ജാക്കറ്റൊക്കെ കൈയൊക്കെ മടക്കി വെക്കണം, അപ്പോഴേ കുറച്ചും കൂടെ ഭംഗിയിൽ പറ്റുള്ളൂ. നല്ല ഫ്ലെയർഡ് ആണ്, ഭയങ്കരമായിട്ട് ഫ്ലെയർ ഉണ്ട് ഇതിന്. നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമൊക്കെയാണ്. എനിക്ക് എല്ലാ ഡ്രസ്സും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ ഇടത്തില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സിനോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഡ്രസ്സായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഇടുന്നത്. ഇതും നല്ലതല്ലേ? ക്രിസ്മസ് വൈബില്ലേ? കൂടുതലും റെഡ് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു റെഡ് ആൻഡ് ഗ്രീൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെല്ലാം ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ബ്രിക്ക് റെഡ് കളറായിട്ട് വരും. ഇത് നല്ല ഭംഗിയാണ്. ഇത്രയും നേരം നമ്മൾ റെഡിൻ്റെ ഒരു വെറൈറ്റീസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റിൻ്റെ ആണ്. ഇതും ഒരു ക്രിസ്മസ് വൈബുള്ള ഡ്രസ്സ് തന്നെയാണ്. ഇത് സുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇത് കുറച്ച് ലൂസാണ്, പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിളാണ്. ഇതിന് ലൈനിങ് ഒക്കെ ഉണ്ട്. നല്ല ഒരു 3/4 സ്ലീവ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ളത്. നല്ല രസമാണ് ഇടാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ
എനിക്ക് ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ എവിടെയും ഇടാത്ത ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ക്രിസ്മസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് ഇടാം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സ്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, അത് വാങ്ങിച്ചിട്ട് ഏകദേശം 2 വർഷമായി ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഇന്ന് ഈ തവണത്തെ ക്രിസ്മസിന് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സ്. ഇതും കൊള്ളാലോ അല്ലേ? ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇതും ഒരു റെഡ് ആൻഡ് വൈറ്റ് കോംബോയാണ്. സ്ലീവ്ലെസ് ആണ്, ഫുൾ ഗൗൺ ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയായിരുന്നു. ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന് ഫുൾ ലെങ്തിൽ ലൈനിങ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇതൊരു ക്രഷ്ഡ് മെറ്റീരിയൽ ടൈപ്പിലുള്ളതാണ്. ഇത് ഞാൻ ബാംഗ്ലൂർ ഒരു മോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ പ്രശ്നം, ഇത് നമ്മൾ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുണ്ടു പോകും. പക്ഷെ നമുക്കിത് അയൺ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഭംഗിയും പോകും. ഇതൊരു ഓഫ് ഷോൾഡർ കൈൻഡ് ഡ്രസ്സാണ്. നല്ല കംഫർട്ടബിൾ ഒക്കെ, പക്ഷേ ഈ ചുരുണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അയൺ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ക്രഷ്ഡ് ഡിസൈൻ അങ്ങ് പോകും. പിന്നെ അതിൻ്റെ ഒരു ഭംഗി വരത്തില്ല. കുറച്ച് ഹെവിയായി സാധനം. ഇങ്ങനെ ഇത്തിരി ഇവിടുത്തെ ഇലാസ്റ്റിക് പോകും, എന്താ പറയുക, ലൂസായിട്ടുണ്ടെങ്കിൽ അത് നേരെ താഴേക്ക് പോകുന്ന പോലെ അങ്ങ് പോകും. നല്ല ഭംഗിയായത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇതായിരുന്നു ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഡ്രസ്സ്. ഇടാതിരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു. മീഡിയം സൈസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 61 kg ഉണ്ടായിരുന്നു എൻ്റെ ശരീരത്തിലേക്ക്. ഇത് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പം മീഡിയം, നമ്മൾ അതിനകത്ത് റിവ്യൂവിൽ ഉണ്ടായിരുന്നു നമ്മളുടെ കറക്റ്റ് സൈസ് വാങ്ങിയാൽ മതി എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സസൊക്കെ ശരിക്കും മീഡിയം ആയിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെനിക്ക് കയറത്തേ ഇല്ല. പിന്നെ ഞാനതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു, ആർക്കും കൊടുത്തൊന്നുമില്ല. ഇപ്പോൾ ഞാൻ 54 kg ആയി. ഞാൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് കയറും. ഇവിടെയൊക്കെ കുറച്ച് ലൂസും കൂടി ആണെങ്കിലേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആ കാര്യത്തിൽ. എനിക്കിത് കറക്റ്റായിട്ട് കയറുന്നുള്ളൂ. ആദ്യമൊക്കെ ഒട്ടും കയറില്ലായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്തോ ഈ വർക്കിൻ്റെ പേരെന്നറിയില്ല, ചിക്കൻ കാരി എന്നാന്ന് തോന്നുന്നു. നല്ല രസമാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നല്ല രസമുള്ള വർക്കൊക്കെ ഉണ്ട്. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകുവശത്ത് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് ജസ്റ്റ് ഒരു പീസ് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഒന്നും ഇല്ലാത്ത ഒരു സാധനം. അതുകൊണ്ട് അത് മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഇത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സാണ്. പിന്നെ ഈ വൈറ്റിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് പേൾ ജ്വല്ലറി നല്ല രസമല്ലേ? കമ്മൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ജ്വല്ലറിയുടെ ഒക്കെ വീഡിയോയ്ക്കകത്ത് ഇത് വന്നിട്ടുണ്ട്. ഇത് നല്ല രസമുള്ള ഒരു ജ്വല്ലറിയാണ്. അപ്പം ഇതും കൂടെ വെച്ചിട്ട് ഇപ്പം ഗ്രീനും വൈറ്റും എല്ലാം കൂടെ ഒരു ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത്രയും ഡ്രസ്സസ് കാണിച്ചതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.